നോമ്പർപ്പിച്ചലിൻ്റെ വലിയ വീഡിയോ ഒന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. ഞാൻ അന്തികത്തെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് പെരയിൽ കുറച്ച് നേരം കടന്നുറങ്ങുമ്പോണ്ടിട്ട് ഉമ്മ വന്ന് വിളിച്ചിന് പീടിയെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരുന്നതാണല്ലോ ഇവിടുത്തെ നോമ്പർപ്പിച്ചലെന്ന്. അങ്ങനെ ഞാൻ നേരെ വണ്ടി എടുത്ത് വിട്ടിട്ടോ. ഉമ്മ ലിസ്റ്റിൽ എഴുതിയെന്ന മുഴുവൻ സാധനങ്ങളും വാങ്ങി പോന്നിട്ടോ. കോഴി പീടിയെ കയറിയിട്ട് കോഴി ഇറച്ചും കുറച്ച് വാങ്ങിയിട്ടുണ്ടായിട്ടോ. കോഴി ബിരിയാണി ആട്ടോ നമ്മൾ നോമ്പറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങി പെരയിലെത്തിട്ടോ. പെരയിലെത്തിയപ്പോൾ താത്താർ അവിടെ ഉള്ളി തൊലിയൊക്കെ തുടങ്ങിയിട്ടോ. ഓലൊക്കെ പലിശക്ക് വെച്ചാട്ട് നേരെ ഇവിടെ ലാൻഡ് ചെയ്തതിന് കേട്ടോ നോമ്പർപ്പിച്ചലാന്ന് പറഞ്ഞപ്പം. അതല്ലെങ്കിലും അങ്ങനെ ആയിരുമല്ലോ, അവനാൻ്റെ അടുത്തേയും പരിപാടി ഉണ്ടാകുമ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ പങ്കെടുക്കാനൊരു ഊറ്റായിരുമല്ലോ. അങ്ങനെ താത്ത ആദ്യം തന്നെ ഞാൻ കൊണ്ടുവന്ന് കോഴിയൊക്കെ എടുത്തായിട്ട് നന്നാക്കലെടുത്തിട്ടോ. ഒരുത്തി ഇവിടെ കത്തി അണച്ചം കൂട്ടലും തൊടുത്തി. കത്തിക്കാണെങ്കിൽ തീരെ മൂർച്ചല്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ കുട്ടികളെ തൊള്ളാട്ടൽ നിർത്താൻ വേണ്ടിയിട്ട് അയറ്റക്കത്തെയും കോരിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. തൊള്ളാട്ടലൊക്കെ കണ്ടാൽ വിചാരിച്ചും പള്ളയെ പൈച്ച് കുഴങ്ങിയിട്ട് തൊള്ളാട്ടാണെന്ന്. പക്ഷേ അതൊന്നും അല്ല കേട്ടോ. ആദ്യത്തെ ഒരു മുറുക്കിന് മാത്രം തൊള്ളാട്ടിയായിട്ട് രണ്ടാമത്തേന് പിന്നെ നേരെ ബലങ്ങത്തിലായി ഇരുട്ട് തൊള്ള. കുറച്ച് സാധനങ്ങളൊക്കെ എരിഞ്ഞുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനും കൂടി എടുത്തിട്ടോ താത്താരപ്പം. കഞ്ഞിടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ താറാവള ബേത്തല കൂടാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അയറ്റക്കൂ പറഞ്ഞ ആരെയും ഒന്ന് കിട്ടിയാൽ മതി കേട്ടോ. അയറ്റ ചുണ്ടും കൂർപ്പിച്ച് ഇങ്ങനെ വരും ബേത്തല്. പിന്നെ നേരെ നമ്മളെ ബിരിയാണി വെക്കണ ചെമ്പുടുക്ക് അങ്ങനെ എടുത്താട്ട് അതിക്ക് ഉള്ളിയും തക്കാളിയും കരിവേപ്പിൻ്റെ ഇലയും പച്ചോളും പിന്നെ നമ്മളെ ബിരിയാണിക്ക് ഇടുന്ന മസാല പൊടികളും കാര്യങ്ങളും ഒക്കെ ഇട്ടിട്ടോ. അവസാനം കുറച്ച് തൈരും ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ച് പുളിക്കും വേണ്ടിയിട്ട് അങ്ങോട്ട് ഇന്നോണ്ട് അറിഞ്ഞത് നല്ലോണം ഇളക്കിയെടുക്കുക പറഞ്ഞിട്ടോ കജ്ജോണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ കോഴിയിറച്ചി ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനത് നല്ലോണം ഇങ്ങനെ ഇളക്കിയെടുത്തിട്ടോ. നല്ലോണം ഇളക്കി അങ്ങോട്ട് ഒരു പദമായി വരണേ. ഇതൊക്കെ താത്തൻ്റെ പുതിയ മോഡൽ വെക്കലാണ് കേട്ടോ. ഓളത്തൊക്കെ മോഡൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വേഗം എളുപ്പപ്പണി തീരാൻ വേണ്ടിയിട്ട്. പിന്നെ നേരെ വെളുക്കമേ തിരിച്ചു കൊടുത്താട്ട് ഓലോടെയും കത്തിച്ച് അടുപ്പ് തിരിച്ചു വിട്ടിട്ടോ. അപ്പോത്തിന് താത്ത ഈ മട്ടലൊന്നും മതിയാവില്ല, നല്ല ബെറുംകൊള്ളി മാണ്ടിയിരുന്നു പറഞ്ഞപ്പം ബെറകരെ പോയിട്ട് നല്ല ബെറുംകൊള്ളി പോയിട്ട് എടുത്തുണ്ടോ എന്നിട്ട് നല്ലോണം കത്തി പിടിച്ചണ ജാതി. അങ്ങനെ നമ്മൾ അടുപ്പിലെ തിരിച്ചൊക്കെ നല്ല ഉഷാറായിട്ട് കത്തി വന്നിട്ടോ. കുറച്ചൊന്ന് കത്തി പിടിച്ചപ്പോത്തിന് താത്ത നമ്മളെ ബിരിയാണി ചെമ്പ് അയിമക്കൾ വെച്ചെടുത്തിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത മസാല ഉണ്ട് കേട്ടോ. ബിരിയാണി മസാലയാണ് ആദ്യം തന്നെ ഉണ്ടാക്കുന്നത്. അങ്ങോട്ട് പിന്നെ ആ മൂടിയുണ്ട് മൂടിയും വെച്ചിട്ടോ. അങ്ങോട്ട് കുറേ നേരം ഇങ്ങനെ കത്തിച്ച് നല്ലോണം വേവിച്ചുണ്ടാക്കി. അതിൻ്റെ ഇടയിൽ മൂടിയൊക്കെ തുറന്ന് ആയിനോ എന്താ മട്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇങ്ങനെ ഇളക്കിയും കൊടുക്കണം കേട്ടോ ചട്ടകം കൊണ്ട് നല്ലോണം. പറ്റിളക്കാതെ നിന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിന്നാൻ പറ്റൂല കേട്ടോ. അടി പിടിച്ചിട്ടോ മസാല മുഴുവനും. നമ്മളവിടെ പരിപാടി ഉണ്ടെങ്കിലും കുക്കിങ്ങിന് അധികം നേതൃത്വം വഹിക്കരുതാ നമ്മളെ വലിയ താത്തയാണ് കേട്ടോ. അങ്ങനെ ബിരിയാണി മസാല കുറച്ചൊന്ന് ബന്ധപ്പോൾ തീമെന്ന് മാറ്റി വെച്ചാട്ട് അടുപ്പത്തേക്ക് നേരെ വേറൊരു ചെമ്പട്ടി ഇറക്കി വെച്ചിട്ടോ. ഇനിയിപ്പോൾ അതിൽ നമുക്ക് ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം തന്നെ നെയ്യിൻ്റെ പാക്കറ്റ് എടുത്തിട്ട് കുറച്ച് നെയ്യ് ആക്കി കൊടുത്തേ. അങ്ങനെ അത് നല്ല ഉരുകി വന്നപ്പം പിന്നെ അതിക്കത്തോ കുറേ ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് ബാട്ടിട്ടോ. അങ്ങനെ ആ ബാട്ടലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അതിക്ക് കുറച്ച് വെള്ളം പാർന്നിട്ടതാ നേരത്തെ കഗ്ഗി വെച്ച ചോറ്റിൻ്റെ അരി ഉണ്ടായിട്ടോ. ചോറ്റിൻ്റെ അരി നേരെ അതിക്ക് കുടഞ്ഞെടുത്തിട്ടോ. ക്യാമറയും കൊണ്ടാണ് വിട്ടുന്നാളെ കജ്ജിമക്ക് തെറിച്ചതിൻ്റെ കമ്പനി അറിയില്ല എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് പിന്നെ ഓളിനോട് അറിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക, 4 ജയതായിട്ടും ഇവിടെ നിൽക്കല്ലേ അറിഞ്ഞിട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അടുപ്പത്ത് നിന്നാട്ട് ഇളക്കിയും കൊടുത്തേ. ഔത്തുള്ളതിലേറെ വലിയ കുക്കറി ഷോ ഇവിടെ പുറത്ത് നടക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കാര്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ബിരിയാണിയും കോഴിയൊക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ ചോറൊക്കെ നല്ലോണം വെന്ത് വന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അങ്ങനെ ആദ്യം തന്നെ പറമ്പ് പോയിട്ടൊരു വാഴൻ്റെ ഇല അങ്ങോട്ട് വെട്ടിയിട്ട് വന്നിട്ടോ. വാഴൻ്റെ ഇല വെട്ടിയിട്ട് വന്നിട്ട് നല്ലോണം കഗ്ഗിയായിട്ട് നമ്മളെ ബിരിയാണി മസാല അല്ലേ നേരത്തെ ഉണ്ടാക്കി വെച്ച് അതിക്ക് ഇങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ടോ. എന്നിട്ട് ഇതാ നമ്മൾ വേവിച്ച ചോറ് ഇങ്ങനെ വെച്ചേക്ക് ഒരു ബസിയിലാക്കിയിട്ട് കുറച്ച് വെച്ച് അങ്ങനെ കോരിട്ട് കൊടുത്തിട്ടോ. നല്ലോണം പരത്തിയിട്ട് കൊടുക്കണേ ആ വാഴൻ്റെ ഇല നമുക്ക് എല്ലായിടത്തും ആവുന്ന രീതിയിൽ. പിന്നെ അവസാനം വെച്ചേക്കാക്കിയിട്ട് മൂടി വെച്ചിട്ടോ. അതിൻ്റെ നറുവിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചതിന് അണ്ടിയും മുന്തിരിയും അതേപോലെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലോണം ബെതറിയും കൊടുത്തതിന് കേട്ടോ. പിന്നെ നമ്മൾ നേരെ അമ്മിക്കുട്ടി ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് അതിൻ്റെ മൂടിമേൽ ഇങ്ങോട്ട് കുറച്ച് നേരം ദമ്മിട്ടവിടെ നിന്നേ. ഒരു തൽക്കാലം അപ്പോഴത്തേന് കോഴി തുടർത്തിയിട്ടുണ്ടായിന് കേട്ടോ. ടേസ്റ്റി സ്റ്റോറിൻ്റെ മൾട്ടിപർപ്പസ് മസാല ആക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കോഴി പൊരിച്ചത്. നമുക്ക് നാളെ കിട്ടിയില്ലേ, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അതാവുമ്പോൾ നല്ല സുഖത്തിൽ നമുക്ക് അതിനാത്രം തേമ്പി പിടിപ്പിച്ചാനൊന്നുമില്ല കേട്ടോ. മസാല അവിടെ തേച്ച് കൊടുത്തൊരു നുള്ളിപ്പൂ ഇട്ടെടുത്താൽ മതി കേട്ടോ. പിന്നെ താത്തൻ്റെ മോളത്തെ ഉരുളക്കിഴങ്ങൊക്കെ കുറേ പീങ്ങി ഉണ്ടാക്കണുണ്ട് കേട്ടോ. കട്ലേറ്റ് ഉണ്ടാക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഓളാണെങ്കിൽ ഇങ്ങനത്തേൻ്റെ ഒക്കെ ആളാട്ടോ. കട്ലേറ്റ് സമൂസ അച്ചക്കത്തെ ഐറ്റംസൊക്കെ ഉണ്ടാക്കണേ. കുക്കറിലാണെങ്കിൽ കുറച്ച് പച്ചക്കടലൊക്കെയും തീമയായിട്ട് തിന്നിട്ട് സമൂസയൊക്കെ ഇടാൻ അറിഞ്ഞിട്ട് അപ്പം നോക്കുമ്പോൾ കുക്കറിനൊരു മാഞ്ഞാളം കൊഞ്ചലിട്ടോ. അതിന് കൂക്കാനൊക്കെ ഒരു മടി. ഞാൻ നേരെ ചട്ടകം എടുത്താട്ട് ചട്ടകം കൊണ്ട് അതിനാ കൂക്കണ സാധനം പൊന്തിച്ചു കൊടുത്തിട്ടോ. ഒരു കൂട്ടർ അതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ നോമ്പറക്കലൊക്കെ തുടത്തിയിട്ടുണ്ടായിട്ടോ. കഞ്ഞിൻ്റെ വെള്ളം കുടിച്ചാട്ടും കഞ്ഞി കുടിച്ചാട്ടും ഒക്കെ ആയിട്ട് സമൂസക്കുള്ള മസാല ഒക്കെ ഉണ്ടാക്കിയാട്ട് പിന്നെ താത്തൻ്റെ മോള് ആ സമൂസൻ്റെ ഓല ഒത്തുനിന്ന് ഇങ്ങോട്ട് എടുത്തിട്ടോ. ഇങ്ങോട്ട് ചേക്ക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുറ്റിയാട്ട് നിറച്ച് കൊടുത്ത് അവിടെ തെക്കൊക്കെ കാട്ടി ഇങ്ങനെ മടക്കണണ്ടിട്ടോ കോണാക്കിയാട്ടൊക്കെ. ഒടുവിന് പിന്നെ ചേക്ക് മൈദയും തേമ്പി എടുത്താട്ട് നല്ല ഒട്ടിച്ചാട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ പേപ്പറിലാക്കി ഇങ്ങനെ. അപ്പോൾ അത് കണ്ടപ്പോൾ ഇച്ചുവരെ ഉണ്ടാക്കാൻ മുട്ടലിട്ടോ സമൂസ.
കുറച്ചുമാണല്ലോ ഇതൊക്കെ പഠിച്ചത്. ഞാൻ മറ്റേ അച്ചലാണ് സാധാരണ ഉണ്ടാക്കൽ കേട്ടോ. അതാവുമ്പോൾ നമുക്കവിടെ മടക്കി കൊടുത്താൽ മതിയല്ലോ. അവിടെ ഞാൻ കുറേ അച്ചയൊക്കെ ആക്കാൻ നോക്കിയിട്ട് പക്ഷേ എനിക്ക് കുറച്ചൊരു കയ്യില്ല കേട്ടോ. ഓളൊരു 4-5 ഉണ്ടാക്കിയിട്ട് എൻ്റെ ഒന്നും തന്നെ ആയില്ല കേട്ടോ. എൻ്റെതിന് എത്ര ആയിട്ടും അടിയിൽ വലിയൊരു ഓട്ടം അങ്ങനെ വരും കേട്ടോ. സംഭവം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ ഉണ്ടാക്കാൻ. ഓളിങ്ങനെ പറയുന്നുണ്ട് അച്ചയൊക്കെ മടക്ക് ഇങ്ങനെ മടക്ക് ഇങ്ങോട്ട് നോക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇച്ചാണെങ്കിൽ എത്ര ആയിട്ടും എൻ്റെ അങ്ങോട്ട് റെഡി ആവാത്ത മാതിരി ഇങ്ങനെ തോന്നിട്ടോ. ഒടുവിനെ ഏതായിട്ടും എത്തൊക്കെ കാട്ടിയാട്ടോ ഒന്ന് ചുറ്റി ഉണ്ടാക്കിട്ടോ. ഒരു സാരി ഉടുത്ത മാതിരിയൊക്കെ ആയിന് കേട്ടോ അവസാനം. അതൊന്നും തിരക്കടില്ല, ഏതായിട്ടും ഞമ്മക്ക് തിന്നാൻ വേണ്ടിയിട്ടല്ലേ. നമ്മളെ പെരയത്തോലെന്നല്ലുള്ളൂ, പുറമെന്ന് വേറെ ആരും ഇല്ലല്ലോ വിചാരിച്ചിട്ട് ഞാൻ ചുറ്റിയതും ഞാനവിടെ വെച്ചിട്ടോ. ഒന്നുണ്ടാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ചെത്തോ വലിയൊരു സംഗതി ഉണ്ടാക്കിയൊരു നല്ല ഊറ്റായും ചെയ്തിട്ടോ. പിന്നെ നേരെ അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ചിട്ടേക്ക് വെളിച്ചെണ്ണ പാർന്നു കൊടുത്തിട്ടോ. വെളിച്ചെണ്ണ നല്ലോണം ചൂടായപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ ചുറ്റി വെച്ച് സമൂസൊക്കെ ആയിക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുത്തേക്ക് പൊരിച്ചെടുക്കലെടുത്തിട്ടോ. പൊരിഞ്ഞ് വന്നപ്പോൾ ഏതായിട്ട് നല്ല മട്ടത്തിലായിന് കേട്ടോ. അതിൻ്റെ ഇടയിൽ കടലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ടായിന് ഓള്. കടലേറ്റൊക്കെ ചെറുതായിട്ട് കരിഞ്ഞിട്ടുണ്ട് കേട്ടോ. കരിഞ്ഞാട്ട് കരിലേറ്റ് ആയിന്. പിന്നെ ഞങ്ങൾ നേരെ ഫ്രൂട്ട്സൊക്കെ എടുത്തായിട്ട് ചെത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങലെടുത്തിട്ടോ. ഓള് കൈതച്ചക്കയും ചെത്തി, ഞാൻ വത്തക്കയും ചെത്തിട്ടോ. വത്തക്ക വേഗം മുറിയല്ലോ. കൈതച്ചക്കന്മാരാണെങ്കിൽ ആ കത്തി കൊണ്ട് എത്ര കടന്ന് കൂത്താൻ പറഞ്ഞിട്ടോ ഇങ്ങോട്ട് മുറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കത്തിയാട്ടും ഇങ്ങോട്ട് മാറ്റാൻ കൊടുത്തേ. ബാങ്ക് കൊടുക്കാനായ നേരത്തെ ഈ കത്തിക്കൊക്കെ ഒരു കളി ഇട്ടോ. എത്ര ആയിട്ടും മുറിയാത്തൊരു ജാതി കത്തി. കൈതച്ചക്കയും കക്കേരിക്കും മാങ്ങയും ബത്തക്കയും ഒക്കെ ഉണ്ടായിട്ടോ നമുക്ക് ഫ്രൂട്ട്സായിട്ട്. ചെത്തിടണേമെന്ന് ഓരോ കണ്ടായിട്ട് ഓരോ കുട്ടികൾ വന്നായിട്ട് ഇങ്ങനെ എടുത്ത് തിന്നണുണ്ട് കേട്ടോ. പിന്നെ നോമ്പറക്കാൻ നേരമായപ്പോൾ തന്നെ താത്തതാ കിണറ്റിങ്ങ പോയിട്ട് നല്ലോണം പച്ചവെള്ളം മുക്കി ഉണ്ടാക്കലെടുത്തിട്ടോ. നോമ്പറക്കാൻ നേരത്തെ നമുക്ക് പച്ചവെള്ളം നല്ലോണം മാണ്ടി വരുമല്ലോ പേന്താൻ വേണ്ടിയിട്ട്. കൊലായ്മല മുറ്റത്ത് ഏതോ വലിയ അന്താരാഷ്ട്ര കളിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബത്തക്കയും കൈതച്ചക്കയൊക്കെ നമ്മൾ ഈ മോഡലാക്കി ചെത്തി ഉണ്ടാക്കിട്ടോ. പിന്നെ കക്കേരിക്ക നേരെ ഔത്തുണ്ടായിട്ട് ജ്യൂസ് അടിച്ചാൽ വേണ്ടി ഒരുങ്ങിയേ. അപ്പോൾ തന്നെ നമ്മളെ പൂച്ചൊക്കെ ഇവിടെ എത്തിയാണ് കേട്ടോ മുറ്റത്ത്. മണം പിടിച്ചായിട്ട് വന്നതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ, ബിരിയാണിൻ്റെ മണം. പിന്നെ ഞാൻ നേരെ പോയിട്ട് താറാവൊക്കെ കുറച്ച് അരിട്ട് കൊടുത്തായിട്ട് ഐറ്റങ്ങളെ കൂട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങലെടുത്തിട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നേരെ മേലക്കിട്ടോ. മേലക്കിയായിട്ട് പിന്നെ നമ്മളെ ചോറൊക്കെ അടുപ്പത്ത് നിങ്ങൾ എടുത്തായിട്ട് അതിൻ്റെ ദമ്മൊക്കെ ഒന്ന് പൊട്ടിച്ച് അമ്മി കുട്ടിയൊക്കെ ഇറക്കി വെച്ചായിട്ട് ആ ദമ്മ് ഇങ്ങോട്ട് പൊട്ടിച്ചപ്പോൾ തന്നെ നല്ല മണം അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ നെറുവിലുള്ള ചോറ് മുഴുവൻ നമ്മളിതാ വേറൊരു ചെമ്പട്ടിക്ക് ഇങ്ങനെ കോരിട്ടെടുത്തിട്ടോ. അതിൻ്റെ ഇടയിലുണ്ടായിന് ബായൻ്റെ ഇല എടുത്തിട്ടും ചെയ്തിട്ടോ. അപ്പം നമുക്ക് ചോറും മസാലയും വേറെ ആയി കിട്ടുട്ടോ. അപ്പോത്തിന് നേരം മോന്തിയായി ഏകദേശം ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടോ. ജ്യൂസൊക്കെ ഇവിടെ റെഡി ആയിന്. കക്കേരിക്കൻ്റെ ജ്യൂസാട്ടോ. പിന്നെ കുട്ടികളൊക്കെ കജ്ജും കാലും തേച്ചൊക്കെ വന്നിട്ട് ഡൈനിങ് ഹാളത്തെ ടേബിൾ മേൽ നിരത്തിട്ട് ഓരോ സാധനങ്ങളും നോമ്പറക്കാൻ നേരമാകുമ്പോഴത്തേന് അതിറ്റൊന്നും നോമ്പൊന്നും നോറ്റില്ലെങ്കിലും നല്ല ഊറ്റത്തിലാണ് കേട്ടോ എല്ലാവരും സാധനങ്ങളൊക്കെ നിരത്തുന്നത്. അതല്ലെങ്കിലും അച്ചേക്കാണല്ലോ നമ്മളമ്മാരാടൊക്കെ പണ്ട് പരിപാടി ഉണ്ടാകുമ്പോൾ ഞമ്മക്ക് ഉച്ചയ്ക്ക് ഊറ്റം തന്നെ അല്ലേ ഇനിയും. പിന്നെ ചോറ് നേരെ ഒരു തട്ടുക്ക് വിളമ്പിയാട്ടത് ആ തട്ടുമായിട്ട് ഇങ്ങനെ ഓരോരുത്തർ പോലെ എടുത്തിട്ടോ. ബിരിയാണി മസാലയും ഒക്കെ നല്ല പാകത്തിന് ആയാട്ടോ നമുക്ക് കിട്ടിയത്. ഏറിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല കേട്ടോ. അങ്ങനെ ടേബിൾ ഫുള്ള് നിരത്തി അതിന്മേൽ ഫ്രൂട്ട്സും ബത്തക്കയും കാരക്കയും നമ്മൾ പൊരിച്ചുണ്ടാക്കിയതും ഒക്കെ വെച്ചിട്ടോ. അവിടെ പിന്നെ കുട്ടികളൊക്കെ നല്ല വട്ടത്തിൽ അവിടെ കുത്തിർന്ന് ഒരു കൂട്ടർ ഓരോ സാധനം അവിടെ കൊണ്ടുപോയേക്കുമ്പോൾ തന്നെ ഒരു കൂട്ടർ വലിച്ചിടാൻ അവിടെ എത്തണുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ ടേബിളൊക്കെ ഫുള്ള് സെറ്റാക്കിട്ടോ. സെറ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അളിയന്മാരൊക്കെ അങ്ങോട്ട് വിളിച്ച് ഇവിടെ വന്ന് ഇരുന്നോളി എറിഞ്ഞിട്ട് തിന്നാൻ വേണ്ടി. ബാപ്പിയും ചെറിയ അളിയനും ചെറിയ പെങ്ങളെ കുട്ടികളും ഒന്നും വന്നില്ല കേട്ടോ. ഓല് വേറൊരു ബൈക്ക് പോയതാണ്. ഓൽക്ക് വേറെ ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. നമ്മളൊരു കാക്കയാണെങ്കിൽ ഗൾഫിലുമാണ്. ഏതായിട്ടും നമ്മളുള്ളോലെ വെച്ചാട്ട് ഉഷാറാക്കാന്ന് കരുതിട്ടോ. പ്രവാസിയൊക്കെ നാട്ടിലത്തെ നോമ്പർപ്പിച്ചാലൊക്കെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടാവില്ലേ. ഓലൊക്കെ ഇപ്പോൾ എന്നും ഒറ്റയ്ക്ക് കുത്തർനാട്ട് തന്നെയല്ലേ നോമ്പറക്കണത്. ഒക്കെ ശരിയാവും ഇൻഷാ അല്ലാഹ്. അടുത്തൊല്ലം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കുത്തർനാട്ട് നോമ്പറക്കണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും നമുക്ക് ഹയർ തന്നെ കേട്ടോ. ഇച്ചയ്ക്ക് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് നമുക്ക് തിന്നാൻ വേണ്ടിയിട്ട്. ഇതൊന്നും ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട് കേട്ടോ. യുദ്ധത്തിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എത്രയോ ആൾക്കാരില്ലേ. നമ്മളിപ്പോൾ ഇങ്ങനെ കാണല്ലേ വാട്സപ്പിലും ഫോണിലും ഒക്കെ. പഠിച്ചോനെ എല്ലാവർക്കും സമാധാനം നൽകട്ടെ. അങ്ങനെ ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ കാരൊക്കെ എന്തെന്ന് ബിസ്മില്ലായിട്ട് ഞങ്ങളെല്ലാവരും നോമ്പറക്കലെടുത്തിട്ടോ. നോമ്പറക്കൽ കഴിഞ്ഞാൽ പിന്നെ വേഗം ചോറൊക്കെ കോരിയിട്ട് തിന്നലെടുത്തിട്ടോ. അന്തിക്ക് പണിക്കോളുള്ളതുകൊണ്ട് പിന്നെ അധികം നേരം കാത്തിക്കാൻ ഒഴിവില്ലേനിട്ടോ. ചോറും മസാലയും ഒക്കെ നല്ല ഉസാർ തന്നെ എത്തും കൂടിയിട്ടും കുറഞ്ഞിട്ടും ഒന്നുമില്ല കേട്ടോ. അങ്ങനെ നോമ്പറക്കൽ കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേഗം നീച്ചിട്ടോ. കജ്ജും കക്കിയായിട്ട് പിന്നെ പണിക്കുവാൻ വേണ്ടി ഒരുങ്ങലെടുത്ത് കുട്ടികളൊക്കെ നല്ല ഉറ്റത്തിൽ ഇവിടെ ചോറും വെച്ച് കുത്തിർക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇത് ആളെയും കൊണ്ടുവന്ന ഒരു മഞ്ചും തിന്നാട്ട് ഞാൻ നേരെ പണിക്ക് പോയിട്ടോ. അപ്പോൾ ശരി കേട്ടോ, ഇൻഷാ അല്ലാഹ് പിന്നെ കാണാം.